നമ്മൾ പറയുന്ന പോയിന്റ് ഓഫ് ടൈമിൽ ചെയ്യുന്ന ആക്ഷൻസിനെ കുറിച്ച് മാത്രമല്ല, ആ ഒരു ഡ്യൂറേഷനിൽ എ പീരീഡ് ഓഫ് ടൈമിൽ ചെയ്യുന്നതിനെ കുറിച്ചും പറയാൻ നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ആണ് ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന്, ഐ വാണ്ട് ടു വർക്ക് ഇൻ ജർമ്മനി, സോ ഐ ആം ലേണിംഗ് ജർമ്മൻ. അത് ഞാൻ പറയുന്ന പോയിന്റ് ഓഫ് ടൈമിൽ ഞാൻ പഠിക്കുന്നു എന്നല്ല, ഞാനിപ്പോൾ ജർമ്മൻ പഠിക്കുന്നുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. സം ഓഫ് മൈ ഫ്രണ്ട്സ് ആർ ബിൽഡിംഗ് ദെയർ ഓൺ ഹൗസ്, they expect it will be finished by next summer. അതുപോലെ today, this week, this evening തുടങ്ങിയവയൊക്കെ വാക്കുകളുടെ കൂടെ മീൻസ് അറൌണ്ട് നൗ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ അത്തരം കാര്യങ്ങളും പ്രസന്റ് കണ്ടിന്യൂസിൽ തന്നെയാണ് പറയേണ്ടത്. യു ആർ വർക്കിംഗ് ഹാർഡ് ടുഡേ, യു ആർ വർക്കിംഗ് ഹാർഡ് ടുഡേ. നല്ല ഹാർഡ് വർക്ക് ആണല്ലോ. യെസ്, ഐ ഹാവ് ടു ഡു എ ലോട്ട്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതുകൊണ്ടാണ്. ഈസ് സൂസൻ വർക്ക് ദിസ് വീക്ക്? നോ, ഷീസ് ഓൺ ഹോളിഡേ. ഓക്കെ. അതുപോലെ ഈ അടുത്തായി നടക്കുന്ന ചേഞ്ചസിനെ കുറിച്ച് പറയാൻ നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, ദ പോപ്പുലേഷൻ ഓഫ് ദ വേൾഡ് ഈസ് റൈസിംഗ് വെരി ഫാസ്റ്റ്. ഈസ് റൈസിംഗ് വെരി ഫാസ്റ്റ്, റൈസസ് എന്നല്ല, പകരം ഈസ് റൈസിംഗ് വെരി ഫാസ്റ്റ് എന്ന് തന്നെ ഉപയോഗിക്കണം. ഇനി നിങ്ങളുടെ ഇംഗ്ലീഷ് ബെറ്റർ ആവുന്നുണ്ടോ എന്ന ചോദ്യം എങ്ങനെയായിരിക്കും ഇംഗ്ലീഷിൽ ചോദിക്കുന്നത്? കമന്റ് ചെയ്യൂ.